ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡോർമാറ്റാണ് ചെയ്യുന്നത്. ഓവൽ ഷേപ്പാണ്. സാരിയുടേതും നൈറ്റിയുടെയും തുണികൾ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നൈറ്റിയുടെ പീസ് 3 ഇഞ്ചിൻ്റെ വീതിയുള്ള 2 സ്ട്രിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 6 ഇഞ്ച് വീതമോ അങ്ങനെ ഒന്നായിട്ട് തന്നെ 10 ഇഞ്ച്, 12 ഇഞ്ച്, 8 ഇഞ്ച് അങ്ങനെ എടുക്കാം. ഇപ്പോൾ ഞാൻ 2 സ്ട്രിപ്പായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് സെൻറ്ററിൽ വെക്കാനാണ്. സെൻറ്റർ പീസായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 സ്ട്രിപ്പും നൈറ്റിയുടെ 2 സ്ട്രിപ്പും സാരിയുടെ സ്ട്രിപ്പാണ് 3 ഇഞ്ചിൻ്റെ വീതിയിൽ. 3 കൂടി സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ 3 കൂടി ഒന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ ആ യെല്ലോ സ്ട്രിപ്പിലാണ് നമ്മൾ സാരിയുടെ സ്ട്രിപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ സാരിയുടെ നമ്മൾക്ക് കൂടുതൽ വേണ്ടി വരും. ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരല്പം സ്പേസ് കൊടുത്തിട്ട് വേണം നെക്സ്റ്റ് വീണ്ടും 2 സ്റ്റിച്ച് ചെയ്യാൻ. അല്പം ഗ്യാപ്പ് കൊടുക്കണം. 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും അല്പം സ്പേസ് കൊടുക്കുക. വീണ്ടും 2 സ്റ്റിച്ച്, വീണ്ടും സ്പേസ് കൊടുക്കുക, വീണ്ടും 2 സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് എത്രത്തോളം നീളം ഡോർമാറ്റിന് ആവശ്യമാണോ അതനുസരിച്ച് ഫസ്റ്റ് നമ്മൾ ഈ സ്ട്രിപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ ഇതേ രീതിയിൽ ചെയ്യണം. ഇപ്പോൾ ഞാൻ 12 ഇൻറ്റു 2 24 സ്റ്റിച്ചസാണ് ഞാനിതിൽ ടോട്ടൽ നോക്കുമ്പോൾ 24 സ്റ്റിച്ചസാണ് ഇതിലുള്ളത്. ഇപ്പോൾ സാരിയുടെ സ്ട്രിപ്പ് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഇതേ രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ 12 എടുത്താണ് 12ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 12 ഇൻറ്റു 2 24 ആണ് ടോട്ടൽ. ശേഷം അതിനെ ഒന്ന് തിരിച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നതിന് ശേഷം സെക്കൻഡ് ലൈനാണ് അടുത്തത് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ആ 2 സ്റ്റിച്ച് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തിരിച്ച് എടുത്തപ്പോൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന 2 സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്ത് സ്പേസുള്ള ഭാഗത്താണ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ലൈന്. അപ്പോൾ നമ്മൾ ആ വളച്ചു കൊണ്ട് വന്നതിന് ശേഷം നമുക്കവിടെ ഓവൽ ഷേപ്പ് വരാൻ ഒരു കർവ് ഷേപ്പിൽ ആക്കിയിട്ട് വേണം സെക്കൻഡ് ലൈന് ചെയ്യാൻ. അപ്പോൾ നമ്മൾ 2 സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്ത് വേണം ചെയ്യാൻ, സ്റ്റാർട്ടിങ് ചെയ്യാൻ. ഇപ്പോൾ വീണ്ടും നമ്മൾ ഒരേ ഇടത്ത് തന്നെ സെയിം പ്ലേസിൽ തന്നെ 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റും അതുപോലെ തന്നെയാണ്. 2 സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തെ ആ യെല്ലോയുടെ ഗ്യാപ്പ് കാണുന്ന ഭാഗത്താണ് വീണ്ടും ചെയ്യേണ്ടുന്നത്. സെക്കൻഡ് ലൈൻ അങ്ങനെയാണ് ചെയ്യുന്നത്. 2 സ്റ്റിച്ച് വീതമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ എല്ലാ ഗ്യാപ്പിലും 2 സ്റ്റിച്ച് വീതം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഡോർമാറ്റിന് കുറച്ചുകൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 6 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് സെൻറ്ററിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 10 ഇഞ്ച് 8 ഇഞ്ചൊക്കെ എടുക്കാവുന്നതാണ്. സാരിയുടെ സ്ട്രിപ്പ് ഇപ്പോൾ ഞാൻ 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 4 ഇഞ്ച് ഒക്കെ എടുക്കാം. 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ വരെയും ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഞാൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾക്ക് ആ 12ൻ്റെ 24 സ്റ്റിച്ച് ടോട്ടൽ വരുന്നു. 12 സ്പേസിലാണ് നമ്മൾ കൊടുത്തത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നതിന് ശേഷം യെല്ലോ സ്ട്രിപ്പ് അതിനോട് ചേർത്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഇപ്പം നമ്മൾ ചെയ്ത അതിൻ്റെ ആ ഗ്യാപ്പിലാണ് ആ യെല്ലോ സ്ട്രിപ്പിൻ്റെ ഗ്യാപ്പുണ്ട്, അവിടെയാണ് വീണ്ടും നമ്മൾ ചെയ്യുന്നത്.
ആ വലുതായിട്ട് കാണുന്ന സ്റ്റിച്ച് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് നമ്മൾ 2 സ്റ്റിച്ച് വീതം ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു, അതിലല്ല ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്ത് അതിൻ്റെ ഗ്യാപ്പിലാണ് ചെയ്യുന്നത്. ഒരു പിങ്ക് സ്ട്രിപ്പ് ഗ്യാപ്പിൽ സാരിയുടെ ആ 2 സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലായിട്ട് വരും. ഇപ്പോൾ സെൻറ്റർ സ്ട്രിപ്പിനെ ഒന്ന് വളച്ച് കൊടുത്തതിന് ശേഷം അവിടെ വീണ്ടും 2 സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 2 വീതമാണ് ചെയ്തു പോകേണ്ടുന്നത്. 2 സ്റ്റിച്ച് വീതമാണ്. അപ്പോൾ നമ്മൾ അതേ എടുത്ത് തന്നെ 2 സ്റ്റിച്ച് വീണ്ടും ചെയ്തു. ഇനി വീണ്ടും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് വീണ്ടും 2 സ്റ്റിച്ചാണ് ചെയ്യേണ്ടുന്നത്. വലുതായിട്ട് കാണുന്ന സ്റ്റിച്ച് ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പോൾ അവിടം വരെയും നമ്മൾ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾക്ക് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾക്ക് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് റൗണ്ട്. അപ്പോൾ ആ വളച്ച് കൊണ്ടുവന്ന ആ ഭാഗത്ത് നമുക്ക് 2 സ്റ്റിച്ച് ചെയ്യണം. വീണ്ടും നമ്മൾ 2 സ്റ്റിച്ച് കൂടി ചെയ്യുന്നു. വീണ്ടും ആ യെല്ലോ തുണിയുടെ സ്പേസ് കാണുന്നിടത്ത് വീണ്ടും 2 സ്റ്റിച്ച് വീതം ചെയ്യുക. അങ്ങനെയാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിലെല്ലാം 2 സ്റ്റിച്ച് വീതം ചെയ്യണം. അപ്പോൾ അവിടം വരെയും ചെയ്യാം. പക്ഷേ നമ്മൾ സെൻറ്ററിലുള്ള ആ സ്ട്രിപ്പ് തീരുമ്പോൾ നമ്മൾക്ക് ഇതേ രീതിയിൽ ഫുൾ അതേ വീതിയിൽ തന്നെ കട്ട് ചെയ്തതിന് ശേഷം 2 സ്ട്രിപ്പും കൂടി ജോയിൻ ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലാകത്തക്ക വിധം മടക്കി കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും നമ്മൾ ആ വളച്ച് കൊണ്ടുവന്ന ആ ഭാഗത്ത് 2 സ്റ്റിച്ച് ചെയ്യുക.
ഈ നെക്സ്റ്റ് സ്പേസിലും വീണ്ടും 2 സ്റ്റിച്ച് വീതം ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടാണ് ചെയ്യുന്നത്. സെക്കൻഡ് റൗണ്ടിൽ എല്ലാ ഗ്യാപ്പിലും 2 സ്റ്റിച്ച് വീതം ചെയ്താൽ മതിയാകും. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ സെൻറ്ററിൽ കഴിഞ്ഞ റൗണ്ടിൽ 2 സ്റ്റിച്ച് ആ കർവ് ഷേപ്പ് വരുന്നിടത്ത് ചെയ്തതിൻ്റെ ലെഫ്റ്റ് റൈറ്റും 2 സ്റ്റിച്ച് വീതമാണ് വരുന്നത്. എല്ലാ ഗ്യാപ്പിൽ 2 സ്റ്റിച്ച് വീതം ചെയ്താൽ മതിയാകും. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അങ്ങനെയാണ്. ഇപ്പോൾ 2 ഭാഗത്തും ഒരേപോലെ തന്നെ ആയിരിക്കണം. വളഞ്ഞു വരുന്ന ആ ഭാഗത്ത് കർവ് ഷേപ്പ് വരേണ്ട ഭാഗത്ത് അപ്പോൾ അവിടെ വലിയ രീതിയിൽ അധികം സ്പേസ് വരുന്നെന്നുണ്ടെങ്കിൽ 3 സ്റ്റിച്ച് വീതവും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ക്ലോത്തിൻ്റെ അനുസരിച്ചിരിക്കും. അങ്ങനെ ഇടുങ്ങി വരുന്നെന്നുണ്ടെങ്കിൽ 2 സ്റ്റിച്ചിന് പകരം 3 സ്റ്റിച്ച് വീതം കൊടുക്കാം. നമുക്ക് ആ ഷേപ്പ് വരണമെന്നേ ഉള്ളൂ. ഒരു സ്റ്റിച്ച് കൂടിയെന്നോ കുറഞ്ഞെന്നോ കരുതി ഒന്നുമില്ല. വീണ്ടും ആ സ്പേസ് ഗ്യാപ്പുള്ളിടത്തെല്ലാം 2 സ്റ്റിച്ച് വീതം ചെയ്യണം. ആ ഭാഗം വരെയും 2 സ്റ്റിച്ച് വീതം ചെയ്തു പോകണം. അപ്പോൾ നമ്മൾ 3ാമത്തെ റൗണ്ടാണ് ചെയ്യുന്നത്. ആ മിഡിൽ ഭാഗത്തെല്ലാം നമ്മൾക്ക് 2 സ്റ്റിച്ച് വീതം ചെയ്താൽ മതി. ആ ഷേപ്പ് വരേണ്ടുന്നിടത്ത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഈ റൗണ്ടും 2 സ്റ്റിച്ച് വീതം ചെയ്തു പോയാൽ മതി. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 സ്റ്റിച്ച് വീതം ചെയ്യാം. അപ്പോൾ ഞാൻ 2 സ്റ്റിച്ച് വീതമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്ര ഗ്യാപ്പ് അധികം കൂടുതലായിട്ട് വരുന്നെന്നുണ്ടെങ്കിൽ 3 വീതം ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും 2 സ്റ്റിച്ച് വീതം ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഇത് 3ാമത്തെ റൗണ്ടാണ്. മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ 2 സ്റ്റിച്ച് വീതമാണ് എല്ലായിടത്തും ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് റൗണ്ട് 2 സ്റ്റിച്ച് വീതമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. 4th റൗണ്ട് വരുമ്പോൾ നമുക്കവിടെ ആ കർവ് ഷേപ്പ് വരുന്ന ഭാഗത്ത് 2 സ്റ്റിച്ച് വീതമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 4 വരുന്നത്. വീണ്ടും അടുത്ത സ്പേസിൽ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത് അല്പം സ്പേസ് കൊടുത്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് 2 സ്റ്റിച്ചാണ് ചെയ്യുന്നത്.
ഇപ്പോൾ 2 സ്റ്റിച്ച് ചെയ്യുക, അല്പം സ്പേസ് കൊടുത്തിട്ട് വീണ്ടും 2 സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 4 സ്റ്റിച്ചാണ് നമ്മൾക്ക് സെയിം പ്ലേസിൽ തന്നെ വരുന്നത്. ഇതിപ്പോൾ 4ാമത്തെ റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടിടത്ത് തന്നെ നമ്മൾ 2ൻ്റെ തന്നെ 4 സ്റ്റിച്ച് ചെയ്തു. ഇപ്പം 4 4 വരുന്നുണ്ട് ആ ഭാഗത്ത്. ടോട്ടൽ ഒരു സ്പേസിൽ 4 ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് സ്പേസിൽ 4 അല്പം ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ 2 ഭാഗത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആ 2 ഭാഗത്തും ഇതേ രീതിയിലാണ് ചെയ്യേണ്ടുന്നത്. ഇനി നമ്മൾക്ക് എല്ലാ സ്പേസ് ഉള്ളിടത്ത് 2 സ്റ്റിച്ച് വീതം കൊടുത്താൽ മതിയാകും. ആ യെല്ലോ കളർ കാണുന്ന ആ ഭാഗത്ത് 2 സ്റ്റിച്ച് വീതം. അപ്പോൾ അവിടം വരെയും നമ്മൾ 2 സ്റ്റിച്ച് വീതം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടം വരെയും ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ആ 2 ഭാഗത്ത് 2 സ്റ്റിച്ച് വീതം ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അടുത്ത റൗണ്ടിൽ നമ്മൾക്ക് എല്ലാം 2 സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. നമ്മൾ ആ 4 സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്ററിലെ സ്പേസിൽ 2 സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. ഇപ്പോൾ 2 സ്റ്റിച്ച് വീതം ചെയ്യുക. ഇപ്പോൾ 2 ഭാഗത്തും ആ കർവ് ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ 2ൻ്റെ തന്നെ 4 എണ്ണം 2 ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരിടത്ത് 4 ആണ് വരുന്നത്. ഇവിടെ നമ്മൾക്ക് 2 വീതം ചെയ്താൽ മതിയാകും. ഇപ്പോൾ 5th റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 സ്റ്റിച്ച് വീതമാണ് ഫുള്ള് റൗണ്ട്. 5th റൗണ്ട് ഫുള്ള് 2 സ്റ്റിച്ച് വീതം ചെയ്താൽ മതിയാകും. എല്ലാം 2 സ്റ്റിച്ച് വീതം ചെയ്താൽ മതിയാകും 5th റൗണ്ട്. അപ്പോൾ നമ്മളിവിടെ 2 സ്റ്റിച്ച് വീതം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടം വരെയും നമ്മൾ 2 സ്റ്റിച്ച് വീതം ചെയ്തു വരിക. ഇനി നമുക്ക് അടുത്ത റൗണ്ടാണ് 6th റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കർവ് ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾക്ക് വീണ്ടും 2 വീതമാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ റൗണ്ട് 2 സ്റ്റിച്ച് വീതമായിരുന്നു. അപ്പോൾ നമ്മൾ 3 ഭാഗത്താണ് നമ്മൾ 2 സ്റ്റിച്ച് വീതം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഭാഗത്തും അതുപോലെ തന്നെ ഇതേ രീതിയിൽ ചെയ്യണം. അപ്പോൾ ആ മിഡിൽ ഭാഗത്തെല്ലാം 2 വീതം ചെയ്താൽ മതിയാകും.
ഇപ്പോൾ നമ്മൾ 6ാമത്തെ റൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ 4 സ്റ്റിച്ചാണ് ടോട്ടൽ ചെയ്തിട്ടുള്ളത്. 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അല്പം സ്പേസ് കൊടുത്തു. നെക്സ്റ്റ് വീണ്ടും 2 സ്റ്റിച്ച്, അങ്ങനെയാണ് ചെയ്യുന്നത്. 6ാമത്തെ റൗണ്ട്. ഈ കർവ് ഷേപ്പ് വരുന്ന ഭാഗത്ത് മാത്രമാണ് ഇതേ രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. വീണ്ടും അല്പം ഗ്യാപ്പ് കൊടുക്കുക. നെക്സ്റ്റ് വീണ്ടും 2 സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് 2ൻ്റെ തന്നെ 2 ഭാഗത്ത് നമ്മൾ ചെയ്തു. അപ്പോൾ ഒരു സെയിം സ്പേസിൽ തന്നെ 4 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 ഭാഗത്താണ് 2 വീതം ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് 2 വീതം മിഡിൽ ഭാഗത്തെല്ലാം നമ്മൾക്ക് 2 വീതം ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് അപ്പോൾ അവിടെ നമ്മൾ 2 ചെയ്തു, 4 ആയി. വീണ്ടും നെക്സ്റ്റ് 4, നെക്സ്റ്റ് വീണ്ടും 4. വീണ്ടും നമ്മൾ 2 സ്റ്റിച്ച് വീതം ചെയ്താൽ മതിയാകും അവിടം വരെയും. അപ്പോൾ അത്രയും ഞാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മിഡിൽ ഭാഗത്തെല്ലാം നമ്മൾ 2 സ്റ്റിച്ചാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 7th റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 6th റൗണ്ടിൽ നമ്മൾ 4ൻ്റെ തന്നെ 3 ആ കർവ് വരുന്ന ഷേപ്പ് നമ്മൾ ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. വീണ്ടും നമ്മൾക്ക് 7th റൗണ്ട് ഫുള്ള് 2 സ്റ്റിച്ച് വീതം ചെയ്താൽ മതിയാകും. ഈ ഭാഗത്തും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. റൗണ്ട് ഫുള്ള് 7th റൗണ്ട് ഫുള്ള് 2 സ്റ്റിച്ച് വീതം എല്ലാ ഗ്യാപ്പിലും. ഫുള്ള് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വരെയും 7th റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത് വരെയും 2 സ്റ്റിച്ച് വീതം ചെയ്താൽ മതിയാകും. ഇപ്പോൾ 8th റൗണ്ടും 2 സ്റ്റിച്ച് വീതമാണ് ചെയ്യുന്നത്. ഇപ്പോൾ 8th റൗണ്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 6th റൗണ്ട് 7th റൗണ്ടും നമ്മൾ 7th റൗണ്ട് 8th റൗണ്ട് നമ്മൾ ഫുള്ള് 2 സ്റ്റിച്ച് വീതമാണ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. അവിടെ നമ്മൾ 2ൻ്റെ ചെയ്ത ഭാഗമാണ് അതേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2ൻ്റെ 4ൻ്റെ തന്നെ 2 ഭാഗത്ത് നമ്മൾ ചെയ്തിരുന്നു. നെക്സ്റ്റ് ചെയ്തപ്പോഴാണ് നമ്മൾക്ക് 2ൻ്റെ 4ൻ്റെത് 3 ഭാഗത്ത് നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ 4ൻ്റെ ചെയ്ത അതേ സെൻറ്റർ ഭാഗത്തു നിന്നാണ് വീണ്ടും നമ്മൾക്കവിടെ 3 സ്റ്റിച്ചാണ് ചെയ്യേണ്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ 9th റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 9th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 സ്റ്റിച്ച് വീതമാണ് ചെയ്യുന്നത്. ആ കർവ് ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ 4ൻ്റെ ഒരേ സെയിം സ്പേസിൽ തന്നെ 4 സ്റ്റിച്ച് വീതം കൊടുത്തതിൻ്റെ അതേ സെൻറ്റർ ഗ്യാപ്പ് മുതലാണ് നമ്മൾക്ക് 3 സ്റ്റിച്ച് വീതം ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഈ റൗണ്ടോടെ ഞാൻ ഇത് ഫിനിഷ് ചെയ്യുവാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എവിടം വരെയാണ് ആ 4 സ്റ്റിച്ച് ചെയ്തതിൻ്റെ അതിൻ്റെ നേർക്ക് നോക്കിയിട്ട് നിർത്തിയാൽ മതി. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, 4 സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ അതിൻ്റെ നേർക്ക് സെൻറ്റർ സ്പേസ് വരെയും നമുക്ക്
ചെയ്ത് 3 സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. 4 5 6 7. ഇപ്പോൾ 7 സ്പേസിൽ ഗ്യാപ്പിൽ നമ്മൾ 3 സ്റ്റിച്ച് വീതം ചെയ്തു. നെക്സ്റ്റ് നമുക്ക് 2 വീതം ചെയ്താൽ മതിയാകും. ഇപ്പോൾ 7 എടുത്ത് നമ്മൾ ഇതുപോലെ 3 സ്റ്റിച്ചസ് വീതം ചെയ്തു. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റും ആ കർവ് ഷേപ്പ് വരുന്ന 2 ഭാഗത്ത് ഇതേ രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും. നെക്സ്റ്റ് നമുക്ക് 2 സ്റ്റിച്ച് വീതം ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ഫിനിഷായി കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ആ മിഡിൽ ഭാഗത്തെല്ലാം നമ്മൾക്ക് 2 സ്റ്റിച്ച് വീതമാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ 2 ഭാഗത്തും 3 സ്റ്റിച്ചസ് വീതം 7 ഇടത്താണ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ ലൈനായിട്ട് നോക്കുമ്പോൾ നമുക്ക് 18 ആണ് വരുന്നത്. റൗണ്ട് വൈസ് നോക്കുമ്പോൾ 9th റൗണ്ട് വരെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് 2 ഭാഗത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 ഭാഗത്ത് 3 സ്റ്റിച്ച് വീതം നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഓരോ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു ലൈന് കുറച്ച് മുകളിലും അടുത്ത ലൈന് താഴെ ഇരിക്കും. നമുക്കതിൽ ഒത്തിരി ഡിഫറൻസ് തോന്നും. അതുകൊണ്ട് ആ 3 സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടി ഞാൻ ചെയ്തിട്ടാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. എക്സ്ട്രാ അങ്ങനെ കൊടുത്ത് ഞാൻ ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഏറിയും കുറഞ്ഞു ഇരിക്കാതെ ഒരേ ലെവലിൽ തന്നെ ആ ഓവൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ 3 സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടി ഓരോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേ രീതിയിലാണ് ഞാൻ ഇത് ഫിനിഷ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് വീണ്ടും ശേഷം ബാക്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ അത് കെട്ട് കൊടുക്കാം. കെട്ട് കൊടുത്തിട്ട് ബാക്കിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ 2 സൈഡും നമ്മൾക്ക് ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഫ്രണ്ട് ബാക്ക് ഒരേപോലെ തന്നെയാണ്. 2 ഭാഗവും നമുക്ക് ഫ്രണ്ടായിട്ട് തന്നെ തോന്നും. അപ്പോൾ ഞാനത് കവർ ചെയ്തിട്ട് പിങ്ക് കളറിനോട് ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ യെല്ലോ കളറിനെ ഒന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിൽ കൊണ്ടുപോയി അടിയിൽ മുകളിലുമായിട്ട് സൂചി കടത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്യുവാണ് ഞാൻ. ഇപ്പോൾ നമ്മൾക്കിത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. ഇവിടെ ഫസ്റ്റ് റൗണ്ട് അതായിരുന്നു. നമ്മൾ ഓപ്പോസിറ്റ് ദിശയിൽ 2 വീതം 2 സൈഡ് അത് ഫസ്റ്റ് റൗണ്ട്. സെക്കൻഡ് റൗണ്ട് വന്നപ്പോൾ നമ്മൾ ആ സെൻറ്റർ ഭാഗം ഓവൽ ഷേപ്പ് വരുന്ന സ്റ്റാർട്ടിങ്ങിൽ 2 ആണ് ചെയ്തത്. 2 സ്റ്റിച്ച് വീതമാണ് എല്ലാ ഭാഗത്തും ചെയ്തിരുന്നത്. അപ്പോൾ മൂന്നാമത്തെ റൗണ്ട് വരുമ്പോഴും നമുക്ക് 2 സ്റ്റിച്ച് വീതമാണ് ഫുള്ള്. മൂന്നാമത്തെ റൗണ്ട് ഫുള്ള്. നാലാമത്തെ റൗണ്ട് വന്നപ്പോൾ നമ്മൾ 4ൻ്റെ വീതം 2 ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നോക്കി സെൻറ്റർ എടുത്തിട്ടാണ് നമ്മൾ വീണ്ടും 3 വീതം 7 ഭാഗത്ത് ചെയ്തത്. അപ്പോൾ ആ മിഡിൽ ഭാഗത്തെല്ലാം നമ്മൾക്ക് 2 വീതം ചെയ്താൽ മതിയാകും എപ്പോഴും എല്ലാ റൗണ്ടിലും. അപ്പോൾ 5th റൗണ്ട് നമ്മൾ 2 വീതമാണ് എല്ലാം ഫുള്ള് റൗണ്ട്. 5th റൗണ്ട് ഫുള്ള് 2 സ്റ്റിച്ച് വീതമാണ് ചെയ്തത്. 6th റൗണ്ട് വന്നപ്പോൾ നമ്മൾ 4ൻ്റെ തന്നെ 3 ഇടത്ത് ചെയ്തു. 7th റൗണ്ട് വന്നപ്പോൾ 2 വീതം 7th 8 ഫുള്ള് 2 സ്റ്റിച്ച് വീതമാണ് ചെയ്തത്. 9th റൗണ്ട് വന്നപ്പോൾ നമ്മൾ ആ കർവ് ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ 4ൻ്റെ തന്നെ 3 ഭാഗത്താണ് ചെയ്തിട്ടുള്ളത് 9th റൗണ്ടിൽ. ശേഷം നമ്മളവിടെ ജോയിൻ ചെയ്യുവാണ്.
നല്ലൊരു മാറ്റ് തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. കുറച്ചുകൂടെ തിക്നെസ് വേണമെങ്കിൽ വീതി കൂട്ടിയെടുത്താൽ മതിയാകും. ഓക്കെ, താങ്ക് യു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി